അജിംഷാദ്, ഇപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കൂത്തുപറമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒന്ന് കാണുന്നതിനും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി നിരവധി പേരാണ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട കൂത്തുപറമ്പ് വളരെ വൈകാരികമായ യാത്രയപ്പാണ് സഖാവ് പുഷ്പേട്ടന് നൽകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം കെ വി സുമേഷ്, SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും MLA കെ വി സുമേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുമേഷിൻ്റെ എങ്ങനെയാണ് ഈ കൂത്തുപറമ്പിലാണ് ഇപ്പോൾ പുഷ്പനെത്താൻ വേണ്ടി പോകുന്നത്? വളരെ വൈകാരികമായ ഒരു അനുഭവം കൂടിയാണ്. അത് ഏറ്റവും വൈകാരികമായ ഒരു സന്ദർഭമാണ് ഈ വിലാപയാത്രയിൽ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് വരാൻ പോകുന്നത്. 1994 അന്ന് വെടിവെപ്പിൽ 5 പേർ ഇവിടെ വെടിയേറ്റ് വീണ് മരിച്ചു. 6ാമതായി വെടിയേറ്റ പുഷ്പനാണ് ഇപ്പോൾ 30 വർഷത്തിന് ശേഷം ഈ നാടിനെ വിട്ടുപോകുന്നത്. സമര പോരാളികൾക്ക് എക്കാലത്തും ലോകത്തുള്ളവർക്ക് ഏറ്റവും വലിയ ആവേശമാണ് പുഷ്പൻ. അതിനപ്പുറം ഒരു വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട്, നിലപാടിനോട് പലരും പല രൂപത്തിൽ പല നിലയിൽ വക്രീകരിച്ചൊക്കെ വർത്തമാനം പറയുന്ന ഈ പുതിയ കാലത്ത് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്നത് അടയാളപ്പെടുത്തുന്ന മാതൃകാപരമായ അതുല്യനായ പോരാളിയായിട്ടാണ് പുഷ്പൻ മാറുന്നത്. അത്രമേൽ വൈകാരികമാണ്. കുട്ടനൊക്കെ അറിയായിരിക്കും, സ്വാശ്രയ സമരങ്ങളൊക്കെ നടന്ന ഘട്ടത്തിലൊക്കെ പുഷ്പനെടുത്ത് തന്നെ പോയിട്ട് പലരും ഇതിനെ വഴിതിരിച്ചു വിടാനൊക്കെയുള്ള ശ്രമം നടത്തി. മാധ്യമങ്ങളൊക്കെ ഓരോ സന്ദർഭത്തിലും സാഹചര്യം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യവും കാലഘട്ടത്തിൻ്റെ ശരിമയും നന്നായി ബോധ്യമുണ്ടായിരുന്ന, നമ്മളോടൊക്കെ പല ഘട്ടത്തിലും പോയി സന്ദർശിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം എപ്പോഴും അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു വികാരം അതാണ്. പ്രസ്ഥാനം, അത് ഉയർത്തുന്ന സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമര നിലപാടുകൾ, അതിനോടെല്ലാം അചഞ്ചലമായി നിന്ന അതുല്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അതുല്യമായ ജീവിതവും നിലപാടുള്ള ആളാണ്. പോരാളികളുടെ പോരാളി. തീർച്ചയായും വാക്കുകൾക്കപ്പുറമായിട്ടുള്ള ഒരു പ്രതിഭ. ഇപ്പോൾ ഈ മണ്ണിൻ്റെ പ്രത്യേകത തന്നെ. അന്ന് ഉണ്ടായ സമരം, യഥാർത്ഥ അദ്ദേഹം ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പങ്കെടുത്ത് വെടിയേറ്റ് വീണതിന് ശേഷം ഉണ്ടായിരുന്നൊരു നിരാശയോ ഒന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ഒരിക്കൽ പോലും പുറത്തു വന്നിട്ടില്ല. നമുക്കൊക്കെ മാതൃകയായിട്ടുള്ള വെടിയേറ്റ് വീണ മണ്ണിലേക്കാണ് പുഷ്പൻ അല്പസമയത്തിനകം എത്താൻ പോകുന്നു എന്ന ഈ 10,000 ഇവിടെ കൂടിയിരിക്കുന്നവർ ആ പ്രതീക്ഷ, ആ വികാരത്തോടെയാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. ഒരു പകരം വയ്ക്കാൻ പറ്റാത്തൊരു പേരായി പുഷ്പൻ്റെ നാമധേയം എക്കാലത്തും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വൈകാരികത.